രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സീതയുടെ അടുത്തേക്ക് രാവണൻ വന്നു. ആരാണോ എന്താണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സീത സത്യം പറഞ്ഞു. സത്യം പറയുന്നവർക്ക് എപ്പോഴും അങ്ങനെയല്ലേ ശീലം. കൈകേയിയുടെ കാരണം കൊണ്ട് രണ്ടുപേരും ചോദിച്ചിട്ട് എൻ്റെ ഭർത്താവായിട്ട് ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചു. കൂടെ ലക്ഷ്മണനും വന്നു. അങ്ങനെ അവർ നായാട്ടിന് കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നങ്ങനെ പറഞ്ഞതോടു കൂടിയിട്ട് രാവണൻ പറഞ്ഞു, ഒരുപാട് സീതയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ തന്നെ സീതയ്ക്കൊരു പന്തികേട് തോന്നി. ഒരു മഹർഷിയാണെങ്കിലും സന്യാസിയാണെങ്കിലും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ രാവണൻ പറയാണ്, ഹേ സുന്ദരി, നിൻ്റെ അംഗസൗഷ്ഠവം കണ്ട് സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് ഒരു പത്നിമാരിലും മനസ്സ് നിൽക്കാണ്ടായിരിക്കുന്നു. ത്വാം തു കാഞ്ചനവർണാഭാം ദൃഷ്ടാകവിഷേയവാസിനീം രതിം സ്വകേഷു ദാരേഷു നാദിഗച്ഛാമ്യനിന്ദിതേ അനിന്ദിതേ. സുന്ദരി, ശ്രേഷ്ഠേ എന്നാണ് അവളെ, ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങളുള്ളവളെ, അനിന്ദിതേ, ആരാലും നിന്ദിക്കപ്പെടാത്തവളെ. നിൻ്റെ രൂപസൗന്ദര്യവും സ്വർണവും ആ സ്വർണ്ണവർണ്ണത്തെക്കുറിച്ചും എന്നും ശൂർപ്പണക വർണ്ണിച്ച് കേട്ടു. അന്ന് മുതൽക്കുണ്ട്, ഇപ്പോഴെല്ലാം ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മണ്ഡോദരി തുടങ്ങിയ പല സുന്ദരിമാരും അവിടെ ഉണ്ടെങ്കിലും അവരെല്ലാവരിലും മനസ്സ് നിൽക്കാണ്ടായി. ഒരാൾ അധിക പ്രേമം വന്നാൽ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, അത്രേ നമുക്ക് ഒരാളിൽ വന്നുകൊണ്ട് അറിയില്ല അങ്ങനെ ഉണ്ടായാൽ ഞാൻ എന്താ ഉണ്ടാവുകയെന്ന്. മറ്റൊരാളെയും പിന്നെ സ്നേഹിക്കാൻ ഒരാളിൽ വന്നാൽ മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക സീതേ, എൻ്റെ പത്നിയായിട്ട് നീയെ തീരണം. ബക്കീനാം ഉത്തമത്രീണാം ആഹൃദാനാം ഇതസ്തത സർവാസാം ഏവ ഭദ്രം തേ മമാഗ്രമഹിഷീ ഭവ. എൻ്റെ അഗ്രമഹിഷി, പട്ടമഹിഷി, ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള മഹിഷിയായിട്ട് നീ ഇപ്പോൾ വാഴണം. നിനക്ക് മംഗളുണ്ടാവും എന്ന് പറയണം. ലങ്ക നാമ സമുദ്രസ്യ മധ്യേ മമ മഹാപുരി. എൻ്റെ വലിയ ആ കൊട്ടാരം നഗരം ലങ്ക എന്നാണ് പേര്. അത് സാഗരത്താൽ ചുറ്റപ്പെട്ട മലയുടെ മുകളിൽ നിൽക്കുന്നു. ഒരു മലയുടെ മുകളിലാണ്. എപ്പോഴും അങ്ങനെ ചില അവശിഷ്ടങ്ങളും ചില കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് എന്നാണ് യൂട്യൂബിലോ നെറ്റിലോ ഒക്കെ കാണാൻ സാധിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ഉയരത്തിൽ മലയുടെ മുകളിലാണ്. അതാവാം രാവണൻ്റെ കോട്ടാന്നൊക്കെ പറയണു. അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടാവാം, ആണെന്നുള്ള അഭിപ്രായം ഉണ്ടാവാം. എന്തായാലും മലയുടെ മുകളിൽ അങ്ങനെയൊക്കെ ചില ഇത് കാണാനുണ്ട് എന്ന് ഇപ്പോൾ ഗവേഷകരും കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ പറയണം, അതാണ് ലങ്ക. അവിടുത്തെ അധിപനായ നിനക്ക് അവിടെ സുഖമായിട്ട് എൻ്റെ പട്ടമേഷിയായാൽ കഴിഞ്ഞുകൂടാം. തത്ര സീതേ മയാസാർത്ഥം വനേഷു വിചരിഷ്യസി നജാസ്യ വനവാസസ്യ ഗൃഹയിഷ്യസി ഭാമിനി. നീ എന്തിനീ കാട്ടുകൂടെ എങ്ങനെ നടക്കണം? ഒന്നുകൊണ്ടും നിനക്ക് അതിന് പറ്റിയ ഒരാളല്ലല്ലോ നീ. സുഖമായിട്ട് നല്ല ആൾക്കാരോട് കൂടി, നല്ല സൗകര്യത്തോടു കൂടി, നല്ല ഭക്ഷണം, നല്ല കിടക്കാനുള്ള സൗകര്യങ്ങൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, കഴിഞ്ഞുകൂടാനുള്ള സുഖാർഹയാണ് നീ. രാജോചിതമായിട്ടുള്ളൊരു രീതിയിൽ കഴിഞ്ഞുകൂടേണ്ട സൗന്ദര്യത്തിൻ്റെ ധാമമേ. ഈ കാട്ടിൽ വനചാരിയായിട്ടുള്ള രാമനോട് കൂടിയിട്ട് നീ എന്തിനു കഴിഞ്ഞുകൂടുന്നു? അവിടെ വരികയാണെങ്കിൽ 5000 ദാസിമാർ നിനക്കുണ്ടാവും. പഞ്ചദാസ്യ സഹസ്രാണി, പഞ്ചസഹസ്രാണി ദാസ്യ എന്നാണ്. പഞ്ചദാസ്യ ശ്ലോകത്തിന് വേണ്ടി അങ്ങനെയാക്കി. പഞ്ചദാസ്യ സഹസ്രാണി സർവാഭരണഭൂഷിതകളായിരിക്കുന്ന 5000 ദാസിമാർ എങ്ങനെയെങ്കിലും ഉള്ളവരല്ല. അവരെന്നെ രാജ്ഞീപദം അലങ്കരിക്കാൻ യോഗ്യരാണ്. അങ്ങനത്തെ 5000 ദാസിമാർ നിനക്കവിടെ പരിചാരകരായിട്ടുണ്ടാവും. അതുകൊണ്ട് നീ എൻ്റെ പത്നിയായിട്ട് മാറുക. ഒരു മലയുടെ മുകളിലേക്ക് കല്ലെറിഞ്ഞാൽ തട്ടു, അതുപോലെ മഹാഗിരിമിവ ആകമ്പ്യം
ഇളകാത്ത മല പോലെ ഇളകാത്തതായിട്ടുള്ള മഹേന്ദ്ര ദശമ്പതി, ഇന്ദ്രതുല്യമായിട്ടുള്ളൊരു പതിയെ ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാണ് ഈ രാമനെ സ്വീകരിക്കുന്നത്? അപ്പോൾ സീത പറയണതാണ് കേട്ടോ, മഹാഗിരി വിവാഗമ്യം. സീത പറഞ്ഞു, ഞാൻ മഹാമല ഇളകാത്തതായിട്ടുള്ള അതേപോലത്തെ രാമനെ ആശ്രയിച്ച, രാവണൻ്റെ വാക്കല്ല, രാമനെ ആശ്രയിച്ച മഹേന്ദ്രദശം മഹേന്ദ്രദശമായിട്ടുള്ള പതിയാണ് എൻ്റെ ഭർത്താവ് മഹോദതിയും അദ്ദേഹം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഭർത്താവിനെ ആശ്രയിച്ച ഞാൻ എങ്ങനെയാണ് രാവണ വേറൊരാളെ ഞാൻ ആശ്രയിക്കുക? രാമപത്നിയാണ് ഞാൻ. ഇതാരോട് പറയാൻ അഭിമാനവും സന്തോഷമേ എനിക്ക് ഉള്ളൂ. അതുകൊണ്ട് സർവലക്ഷണസമ്പന്നം നിഗ്രോധ പരിമണ്ഡലം, നല്ലൊരു വടവൃക്ഷം ചുറ്റും വരുന്ന പോലെ ലോകം മുഴുവനെ കീർത്തി പരത്തിയിട്ടുള്ളതായ, വടവൃക്ഷം പോലെ കീർത്തി പരത്തിയതായിട്ടുള്ള മഹാനുഭാവനായിരിക്കുന്ന രാമനെ ആശ്രയിച്ചവളാണ് ഞാൻ. ആ രാമനെക്കുറിച്ച് ഒന്നങ്ങനെ വർണ്ണിച്ചു, നീണ്ട ഭുജങ്ങളുള്ളവനും ശത്രുക്കളെ വകവരുത്താനുള്ള സർവകൽപ്പ് ഉള്ളവനും, സൗന്ദര്യം നോക്കുക വെച്ചാൽ വിരിഞ്ഞ മാറിടം ഉള്ളവനും ആയ സിംഹത്തിൻ്റെ പരാക്രമമുള്ളവനാണ് രാമനായിട്ടുള്ള എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ. ചന്ദ്രനെ പോലെ സുന്ദരമായിട്ടുള്ള മുഖമുള്ളവനും അതിശക്തമായിട്ടുള്ള കൈകളെ കൊണ്ട് എന്തും നേടാൻ കഴിവുള്ളവനും രാജപുത്രനുമാണ്. ഇതൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരാളാണോ എന്ന് ചോദിച്ചാൽ രാജപുത്രനാണ്. പിന്നെ ഇനി എന്താണ് വേറെ യോഗ്യത വേണ്ടത്? അല്ലാതെ കാട്ടുകൂടെ സഞ്ചരിക്കുന്ന ഒരു കാട്ടാളനോ വംശത്തിന് മഹത്വമില്ലാത്ത ആളോ അല്ല, രാജകുമാരനാണ്. അതുകൊണ്ട് രാവണ ത്വം പുനർജംബുക സിംഹീം മാമി യേച്ഛസി ദുർലഭാം നാഹം ശക്യാതയാ സ്പൃഷ്ടും ആദിത്യസ്യ പ്രഭായത. എനക്ക് എന്നെ ആഗ്രഹിക്കാനോ ഒരു യോഗ്യതയില്ല, തൊടാൻ നിനക്ക് സാധിക്കില്ല. കുറുക്കൻ എങ്ങനെയാണ് സിംഹത്തിനെ, അതാണ് സിംഹിയായിട്ടുള്ള സിംഹത്തിൻ്റെ കുട്ടിയായിട്ട് ചേരണം എന്നൊരു കുറുക്കൻ വിചാരിച്ചാൽ സാധിക്കുമോ? സിംഹം അവിടെ ഉള്ളപ്പോൾ അടുക്കാൻ സമ്മതിക്കുമോ കുറുക്കനെ? അതുപോലെ രാവണ എന്നെ തൊടാൻ നിനക്കാവില്ല. പിന്നെ കൊണ്ടുപോയില്ലേ, സീതയുടെ ശരീരത്തിനെ കൊണ്ടുപോയിട്ടുള്ളൂ. ശരീരത്തിനെ കൊണ്ടായി എന്നല്ലാണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്, എൻ്റെ മനസ്സിനെ കണക്ക് തൊടാൻ ആവില്ല. ഒരു ശരീരത്തെ മാത്രം തൊടാൻ പറ്റിയോ? എന്നിട്ട് പറ്റിയിട്ടുമില്ല, അവിടെ കൊണ്ടുപോയിരുത്തല്ലാതെ. അതുകൊണ്ട് എന്നെ നിനക്ക് തൊടാൻ ആവില്ല, നീ വിചാരിക്കുന്ന രീതിയിൽ എന്നെ തൊടാൻ നിനക്ക് ആവില്ല. പാദപാൻ കാഞ്ചനാത്നൂനം ബഹുൻ പശ്യതി മന്ദഭാ രാഘവസ്യ പ്രിയാം ഭാര്യാം എത്താമിച്ഛസി രാക്ഷസോ. രാവണ, ഒരു കാര്യമാണ് എനിക്ക് ഉറപ്പായത്, എൻ്റെ ആയുസ് എണ്ണപ്പെട്ടിരിക്കണു. ഇപ്പോൾ നീ ധാരാളം മരണലക്ഷണങ്ങൾ കാണുന്നുണ്ടാവും എന്നെനിക്ക് തോന്നുകയാണ്. എന്തൊക്കെയാ മരണലക്ഷണങ്ങൾ? പലതും ഉണ്ടായി തോന്നുന്നു. ഇവിടെ കാഞ്ചന വൃക്ഷങ്ങളെ നീ കാണാൻ തുടങ്ങിയോ? വൃക്ഷങ്ങളൊക്കെ സ്വർണ്ണമയമാണെന്ന് തോന്നുക അത്രയും. മരണത്തിൻ്റെ ഒരു ലക്ഷണം. ആനത്ത് 2 ചന്ദ്രൻ ഉണ്ടെന്ന് തോന്നുക. ചന്ദ്രൻ താഴേക്ക് വീണു എന്നുള്ള സ്വപ്നം കാണുക. സ്വർണ്ണവർണ്ണത്തിൽ വൃക്ഷങ്ങളെ കാണുക, ഒക്കെ മരണലക്ഷണമാണെന്നാണ്. പാദപാൻ കാഞ്ചനാൻ നൂനം, നീ എന്താ സ്വർണ്ണവൃക്ഷങ്ങളെ കാണുന്നുണ്ടോ? അതായത് മരണം അടുത്തെത്തി അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ മരണത്തിന് തയ്യാറായിക്കോ, കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നർത്ഥം. അതുകൊണ്ട് ആ ശത്രുവായിട്ടുള്ള ശക്തനായിട്ടുള്ള സിംഹത്തിൻ്റെയോ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെയോ വായിൽ നിന്ന് പല്ല് പറിക്കാൻ നീ ആഗ്രഹിക്കണു അല്ലേ? എന്താ ഉണ്ടാവുക? അതാണപ്പം നീ ആഗ്രഹിക്കുന്നത്. ക്ഷുതിതസ്യ സിംഹസ്യ മൃഗശത്രോസ്തരസിന, ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ വായിൽ മാണിക്കെടുക്കുക എന്നൊക്കെ പറയും നമ്മൾ. അതെടുക്കാൻ നീ ആഗ്രഹിക്കണു, നിൻ്റെ ആഗ്രഹം കൊള്ളാം എന്ന് പറയാണ്. മന്ദരം പർവ്വതശ്രേഷ്ഠം പാണിനാകത്വമിച്ഛസി, അതിഗംഭീരമായിട്ടുള്ള മന്ദരപർവ്വതം കൈകൊണ്ടാണ് എടുത്ത് പൊന്തിക്കുക പറ്റുമോ സാധാരണക്കാർക്ക്? എന്താ സാധിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക് മന്ദരപർവ്വതം പൊന്തിക്കാൻ? അതുപോലെ എന്നെ നേടാൻ നിനക്ക് സാധിക്കില്ല. കാളകൂടം വിഷംബിത്വാ സ്വസ്തിമാൻ ഗന്ധുമിച്ഛസി, അതാഹുണ്ടാവുന്ന സമയത്തെ കാളകൂട വിഷമാണ് കഴിക്കുക, സുഖമായിട്ടിരിക്കുക. നടക്കുമോ? കാളകൂടം കഴിച്ചാൽ തൽക്ഷണം കാറ്റ് പോവും ഇല്ലേ? അപ്പം നീ
ദാഹം മാറ്റാനായിക്കൊണ്ട് കാളകൂട വിഷം കഴിക്കാൻ ആഗ്രഹിക്കണ പോലെ, സിംഹത്തിൻ്റെ വായിൽ നിന്ന് പല്ല് പറിക്കാൻ ആഗ്രഹിക്കണ പോലെ, മന്ത്രപർവ്വതത്തെ കൈകൊണ്ട് പൊന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് രാവണ എൻ്റെ മനസ്സിലുള്ളത്. നീ പറയേണ്ട ഇവിടെ സൂചി കൊണ്ട് കണ്ണ് തുടയ്ക്കാനാക്കി, സൂചി കൊണ്ട് കണ്ണ് തുടച്ചാൽ കണ്ണ് ബാക്കിയിട്ടുണ്ടാവുമോ? അതാണ് അക്ഷപ്രഭൃജസി. കണ്ണുകൊണ്ട് സൂചി കൊണ്ട് കണ്ണ് ഇങ്ങനെ ഒന്ന് തടവി നേരെയേക്കുക. കണ്ണ് ചൊറിയുണ്ട് വെച്ചാൽ സൂചി കൊണ്ട് ചൊറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ മൂർച്ചയുടെ ചൊറിച്ചിൽ സുഖാവും വിചാരിച്ചിട്ടേ കണ്ണ് കുത്തി കീറുക. അതാണ് സൂചി കൊണ്ട് കണ്ണ് തുടയ്ക്കുക. നാവ് കൊണ്ടോ ആ മൂർച്ചയുള്ള കത്തി നക്കുക. അത് ഏമാവൂലോ പിന്നെ നക്കലല്ലേ? സൂര്യചന്ദ്രന്മാരെ കൈകൊണ്ട് പിടിച്ചെടുക്കാം എന്ന് നീ വിചാരിക്കുന്നു കുട്ടികളെ പോലെ. അവതസ്യ ശിലാം കണ്ഠേ സമുദ്രം തർത്തുമർഹസി. വേറൊരു ഉദാഹരണം പറയുകയാണ്, ഇക്കഴുത്തിൽ നല്ല കല്ല് കെട്ടിയിട്ട് വെള്ളത്തിൽ നീന്താൻ പറ്റുമോ? അതുപോലെ നീ ആഗ്രഹിക്കുന്നു. രാഘവസ്യ പ്രിയാം ഭാര്യാം അതിഗന്ധം തമിശ്വസി. രാവണൻ്റെ പ്രിയ ഭാര്യയായിട്ടുള്ള എന്നെ നീ ആഗ്രഹിക്കുന്നു. ഏതുപോലെ? സൂര്യചന്ദ്ര സമോചയഭൂ. ആ സൂര്യചന്ദ്രനെ കൈകൊണ്ട് തൊടണം എന്നങ്ങനെ വിചാരിക്കുന്നത് പോലെ സമുദ്രം തർത്തുമർഹസി. കല്ല് കഴുത്തിൽ കെട്ടിയിട്ട് സമുദ്രം നീന്തി കിടക്കാം എന്ന് വിചാരിക്കണ പോലെ. അതുകൊണ്ട് രാവണ വേറൊരു ഉദാഹരണം പറഞ്ഞ അഗ്നിം പ്രജ്വലിതം ദൃഷ്ട വസ്ത്രേണാകർത്തുമിച്ഛസി. സീതയെ കൊണ്ടുപോവാ അല്ലെങ്കിൽ സീതയെ ആഗ്രഹിക്കാൻ സാധിക്കില്ല എന്ന് പല രാമായണത്തിലും പറയുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഉപമയ്ക്കാണ് വാൽമീകി രാമായണത്തിൽ, അല്ലെ കാവ്യാണല്ലോ. അപ്പോൾ എന്താണ് വാൽമീകി രാമായണം ബാക്കിയിട്ടുള്ള വ്യത്യാസം? ഇതൊക്കെ തന്നെ അത് പറയണം. അല്ലാണ്ട് നമ്മൾ സീത അത് മറ്റേ രാമായണത്തിലുണ്ട്. അപ്പോൾ അതിലില്ലാത്തത് ഇതിലെന്തുണ്ട്? അതാണല്ലോ നമ്മൾ കാണേണ്ടത്. അതിനാണ് വാൽമീകി രാമായണം വിശേഷേന എടുത്തത്. കഥ മറ്റേതെന്തോന്ന് തന്നെയാണ്, ഒന്നും പുതിയതറിയാനില്ല. പക്ഷേ ആ ഉപമകളൊക്കെ നോക്കൂ. തിരി പറയാണ്, ഭാര്യാം അഗ്നിം പ്രജ്വലിതം ദുട്ട വസ്ത്രേണ കർത്തുമിച്ഛസി. ഇവിടെ കത്തണതായിട്ടുള്ള തീ വേറൊരു തീയിലേക്ക് കൊണ്ടുപോകണത് വസ്ത്രത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുക. നല്ല ഏർപ്പാടാവില്ലേ? അല്ലേ? നമ്മൾ ഈ പയറും കായക്കറിയൊക്കെ പണ്ടത്തെ കാലത്ത് ചിലർ ഈ ഉത്തരീയത്തിൽ കെട്ടിക്കൊണ്ടുവരും. ചെറിയ മത്തങ്ങയും വെണ്ടയ്ക്കയും പയറൊക്കെ അവിടെ കൊണ്ടുവന്ന് ഒരു അഴിച്ചിടലൊക്കെ ഉണ്ട്. പഴയൊരു സമ്പ്രദായം അത്. അവിടുത്തെ വേൽവസ്ത്രത്തിലോ തോർത്തുകൊണ്ടിലോ കെട്ടിക്കൊണ്ടിരുന്ന പോലെ ഈ അഗ്നിയെ അതിൽ കെട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അഗ്നിയിലേക്ക് ആക്കി അതിൻ്റെ കഥ കഴിയില്ലേ? അപ്പം അതേപോലെ അത്രയും സാധിക്കാത്ത കാര്യം. അതുപോലെ ശൂലത്തിൻ്റെ മുകളിൽ നടക്കാൻ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിച്ചാലോ അതുപോലെയാണ്. യദന്തരം സിംഹതൃഗാലയോർവനെ യദന്തരം സെന്ത നികാസമുദ്രയോ സൂര്യാഗ്രസൗവീരകയോരദന്തരം തദന്തരം ദാശരഥേസ്തവൈവച. കാട്ടിലുള്ളതായിരിക്കുന്ന കുറുക്കൻ കുറുനരി സിംഹം, അതേപോലെ തന്നെ ആ സിംഹം എന്ന് പറയണത് ഈ കുറുനരിയും കുറുക്കനുമായിട്ട് ഒരു താരതമ്യവും ഇല്ല. സിംഹ ശൃഗാലയോർവനെ, സിംഹം അതുപോലെ തന്നെ ശൃഗാലം കുറുക്കൻ, വല്ലതോ ചേർച്ചയുണ്ടോ? അതേപോലെ യദന്തരം സെന്ത നികാസമുദ്രയോ, നീരാഴി അല്ലെ? എവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കരയില്ലാത്തതാണല്ലോ കടൽ. മുമ്പിലേക്ക് കടലില്ല, ഇടത്തോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല. നമ്മൾ നിൽക്കണ കര മാത്രമേ കടലിനുള്ളൂ. അതും ചെറുതായിട്ടുള്ളൊരു നീർത്തോട്, ചാടിക്കിടക്കാവുന്ന ഒരു തോട് അല്ലെങ്കിൽ ഒരു കുളം. നീ എങ്ങനെയാണോ അമൃതും കരിക്കാടി, അരി വാർത്ത കഞ്ഞി അമൃതും ഒന്നാവുമോ? അതുപോലെ നീയും രാമനും തമ്മിൽ രാവണ അന്തരണ്ട്. കരിക്കാടിക്ക് തുല്യമാണ് നീയെ, രാമനോ അമൃതസമാനനാണ്. സമുദ്രമാണ് രാമൻ എങ്കിൽ നീ ചെറുതായിട്ടൊരു കൊക്കർണിയോ തോടോ നീർത്തോടോ ആണ്. രാമൻ സിംഹമാണെങ്കിൽ നീ ആരാണ്? കുറുനരി കുറുക്കനുമാണ്. അത്ര വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ട്. ഇനി എൻ്റെ മാഹാത്മ്യം കൂടുതലൊന്നും പറയാൻ വേണ്ട. യദന്തരം കാഞ്ചന സീസലോഹയോ രദന്തരം ചന്ദനവാരി പങ്കയോ. ഇനി പറയണം സ്വർണം, അതുപോലെ തന്നെ ഈയം. ഈയത്തിന് സ്വർണത്തിൻ്റെ അടുത്തേക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? സ്വർണത്തിന് എത്രയാണ് പവന് വില? 86,000 റുപ്യ തോന്നുന്നു അല്ലേ? അത്രയുണ്ട്. ഈയം ചില്ലറ പൈസ കൊടുത്താൽ കിട്ടും. അപ്പം അതുപോലെ യദന്തരം കാഞ്ചന സീസലോഹയോ, സീസലോകം ഈയം, ഈയാണ് നീയെ, ഭഗവാൻ സ്വർണ്ണാണ്. യദന്തരം ചന്ദനവാരി പങ്കയോ, ചന്ദനം അതേപോലെ തന്നെ ചളി, രണ്ടും കൂടിയുള്ള വ്യത്യാസം ഒന്ന് നോക്കുക. ചന്ദനം നമ്മൾ നെറ്റിയിൽ കുറിയിടണോ? ചളിയോ അയ്യേ തൊട്ടാൽ കൈ കഴുകണം, മേലൊക്കെ ചളിയായി എന്ന് പറയും. അപ്പം അത്ര നികൃഷ്ടമാണ് ചളി. നീ ചളിയാണ്, രാമൻ ചന്ദനാണ്.
ഇനിയോ ഇവിടെ പറയണം, യദന്തരം ഭക്തിപിടാളയോർവനെ. ആന അല്ലേ, ആന ചത്താലും ജീവിച്ചാലും ഇപ്പം എത്രയും നിശ്ചയില്ല. പന്താണ് പന്തീരായിരുന്നു, പന്തീരായിര ലക്ഷക്കണക്കിനാണ് ആന അല്ലേ, ചത്താലടക്കം. അതേപോലെ പൂച്ചയോ, ഒരു പൂച്ചയെ പോലെയാണ് രാവണ എനിക്ക് നീയെ. ആന എങ്ങനെ, പൂച്ച എങ്ങനെ, ആ വ്യത്യാസം നീയും രാമനും തമ്മിലുണ്ട്. യദന്തരം വായസവൈനതയോർ. അടുത്തതായിട്ട് പറഞ്ഞു, കാക്കയും ഗരുഡനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ. നീ വെറും കാക്ക തൊട്ടാൽ ശുദ്ധാവണ സാധന, കാക്ക തൊട്ടാൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല. ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമാണ്, ഏറ്റവും ശ്രേയസ്സായിട്ടാണ് പറയുക. യദന്തരം മൽഗുമയൂരയോരബി. അതുപോലെ തന്നെ അരയന്നവും കഴുകനും എങ്ങനെയുണ്ടാവും? അരയന്നം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ മയിലും നീർക്കാക്കയും. നീർക്കാക്കയ്ക്ക് വല്ല യോഗ്യതയുണ്ടോ? മയിലിൻ്റെ ഇത് നോക്കുമ്പോൾ സുബ്രഹ്മണ്യൻ്റെ വാഹനമാണ് മയിൽ, പക്ഷേ നീർക്കാക്കയ്ക്ക് ഒരു വസ്തുവില്ല. അതേപോലെയാണ് നീ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ ഇന്ദ്ര സമാനമായിട്ടുള്ള യോഗ്യതയുള്ള അമ്പും വില്ലും കയ്യിലേന്തി നിൽക്കുന്നതായിട്ടുള്ള ആ സമയത്ത് അങ്ങനെ ഇരിക്കേ എന്നർത്ഥം. നീ എന്നെ തോടാൻ പറ്റില്ല, അഥവാ നീ അപഹരിച്ചു എന്ന് കൂട്ടുക. അപഹരിച്ചാൽ എന്താ ഉണ്ടാവുക? എന്നെ അനുഭവിക്കാൻ നിനക്ക് സാധിക്കില്ല. എന്തെങ്കിലും പ്രകാരത്തിൽ നീ സാഹസം കാട്ടി എന്നെ അപഹരിച്ചാലും ഹൃദാപിതേ കന്നജരാംഗമിഷ്യേ ആജ്യം യഥാ മക്ഷികയാവകീർണം. അതിനൊരു ഉദാഹരണവും പറഞ്ഞു, കാവ്യാണല്ലോ. ഈ തേനീച്ച നെയ്യ് കുടിക്കാൻ പറ്റില്ല. അത് നെയ്യ് അഥവാ അത് കുടിച്ചാൽ ചാവുന്നതാണ്, അതിന് വിധിക്കില്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നെയ്യ് തൻ്റെ അകത്താക്കി കഴിഞ്ഞാൽ തേനീച്ച ആകെ ദഹിക്കാതെ വട്ടം തിരിയണ പോലെ, അതിന് നെയ്യ് കൊണ്ടൊരു പ്രയോജനം ഇല്ലാത്ത പോലെ. അഥവാ നീ എന്നെ അപഹരിച്ചാലും നിനക്ക് എന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. ഇതീവ തദ്വാക്യം അതുഷ്ടഭാവ സുദുഷ്ടമുക്ദ്വാരജനീചരം തം ഗാത്രപ്രകമ്പാത് വ്യഥിതാ ബഭൂവ ബാധോദ്ദാസ കദളീവ തന്നീ. ധൈര്യമായിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഭയമുണ്ട്. ശക്തനായിട്ടും മൂലോകത്തിനെ ജയിച്ച ഒരാളെ മുമ്പിൽ നിൽക്കണം, അതും പുരുഷനാവുക. കാമാസക്തിയിൽ അങ്ങനെ മുങ്ങിയിട്ട് നിൽക്കുമ്പോൾ തന്നെ തൊട്ട് അശുദ്ധാക്കുമോ എന്ന ഭയം കൊണ്ട് എന്തു ചെയ്തു? വാതോദ്ദാസ കദളീവ തന്നീ. കാറ്റടിച്ച വാഴ എപ്രകാരം വിറയ്ക്കുന്നുവോ അതുപോലെ ഇങ്ങനെ വിറയ്ക്കുക അല്ലേ. ചിലപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഇലകൾ ഇങ്ങനെ വിറയ്ക്കില്ലേ, അതുപോലെ ഉള്ളിൽ പേടിയുണ്ട്. പേടി പുറത്തേക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വാഴ പോലെ വിറച്ചു എന്ന് പറയണം. താംബേപമാനാം ഉപലക്ഷ്യസീതാം സരാവണോ മൃത്യുസമപ്രഭാവ കുലംബലം നാമച കർമ്മചാത്മന സമാച ചക്ഷേ ഭയകാരണാർത്ഥം. അന്തകതുല്യനായിട്ടുള്ള രാവണൻ സീത വിറയ്ക്കുന്നത് കണ്ട് ആ ഭയം ഒന്ന് അങ്ങനെ അധികമാക്കാൻ തീരുമാനിച്ചു. പേടിയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനെ ഒന്ന് അധികമാക്കാൻ എന്താ ചെയ്യുക? തൻ്റെ കേമത്തം കുറച്ചും കൂടിയാണ് പറയുന്നേ. വളരെയധികം പരുഷമായിട്ട് പറഞ്ഞു, ഭ്രാത വൈശ്രവണസ്യാഹം സാപ്തനോ വരവർണിനി. എൻ്റെ സപത്നി സഹോദരനാണ് കുബേരൻ. നീ കേട്ടിട്ടുണ്ടാവും കുബേരനെ കുറിച്ച്. അതുപോലെ തന്നെ ദേവഗന്ധർവന്മാർ മുഴുവനും അവരെയൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. കാലൻ പോലും എന്നെ ജയിച്ചു. അവരൊക്കെ എന്നെ പ്രജകൾ കാലനെ പോലെ എന്നെ കാണുന്നു. കാലനെ ജയിച്ചിട്ടുണ്ട്. എന്നെ അവരൊക്കെ കാലനെ പോലെ പേടിച്ചിട്ടാണ്. കാലെന്ന് കേട്ടാൽ ആർക്കാ പേടി ഉണ്ടാവാണ്ടിരിക്കുക? അതുകൊണ്ട് എല്ലാ രീതിയിലും ആ വൈശ്രവണനോട് യുദ്ധം ചെയ്ത വിമാനം സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. കുബേരനെ ജയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മഹത്വം നീ മനസ്സിലാക്കിക്കോ. ഞാനൊന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടപ്പാക്കിയിട്ടുണ്ടാവും. ആ കുബേരൻ എന്നെ പേടിച്ച് കൈലാസത്തിൽ പോയിട്ട് പ്രാർത്ഥന. കൈലാസം പർവ്വതശ്രേഷ്ഠം അദ്യാർത്ഥേ നരവാഹന. കുബേരൻ എന്നെ പിടിച്ച് കൈലാസത്തിലെ ആശ്രയം അഭയം തേടിയിരിക്കുകയാണ്. ഇന്ദ്രാദി ദേവന്മാരെല്ലാം എൻ്റെ കോപം കണ്ടാൽ പേടിച്ച് വിറയ്ക്കും. എന്നിട്ടാണോ ഒരു സ്ത്രീ ആയിട്ടുള്ള നീ അതുപോലെ നീ വല്ലാണ്ട് നീ പറയണ്ടെന്ന് പറയണ. നിഷ്കമ്പപത്രാർത്തരവോ അധ്യശ്ച സരിതോദക. എന്നെ കണ്ട വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ കൊഴിയും. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ നദികൾ എന്നെ പേടിച്ച് ഒഴുകില്ല. പേടിച്ച് കഴിഞ്ഞാൽ നദിയുടെ ഒഴുകൽ കുറയുന്നതാണ്. അതുകൊണ്ട് കടലിൻ്റെ മറുകരത്ത് നിൽക്കുന്നതായിട്ടുള്ള ലങ്കാനഗരം ഇന്ദ്രൻ്റെ അമരാവതി പോലെ
ശോഭിക്കുന്നു, രാക്ഷസന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കണു എന്ന് പറയുകയാണ്. അതുകൊണ്ട് സീതയെ എൻ്റെ പത്നിയാവാൻ നീ ഒന്നുകൊണ്ടും മടിക്കണ്ട. അവിടെ ഉള്ളത് എന്തൊക്കെയാണ്? ആന, കുതിര, ഇങ്ങനെ അനവധി വെൺമതിലുകളൊക്കെ നിറഞ്ഞ് മതിൽക്കെട്ടുകളും സ്വർണ്ണമതിലടക്കമുണ്ട് അത്രയിലുണ്ടായിരുന്നു ലങ്കയിൽ എന്നാണ്. അതുകൊണ്ട് നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ അധികം താമസിയാതെ ഈ രാമനെ മറക്കും. തത്രത്തം വസകേ സീതേ രാജപുത്രീ മയാ സഖാ. ഏ രാജപുത്രി, നീ എന്നോടുകൂടി വിഹരിക്കൂ. ഈ പറഞ്ഞിട്ട സ്ഥലങ്ങൾ, വാപീകൂപ തടാകങ്ങൾ, മൈതാനങ്ങൾ, പ്രകൃതിയിൽ കൂടെ നീ എന്നെയായിട്ട് രസിച്ച് രമിക്കുമ്പോൾ നസ്മരിഷ്യസി നാരീണാം മാനുഷീണാം മനസ്സിനി. ഈ മനുഷ്യനായിട്ട് രാമനെ നീ എങ്ങനെ ഓർക്കാനാണ്? തന്നെ കുറച്ച് കഴിഞ്ഞാൽ നീ മറക്കും. വനവാസിയായിട്ടുള്ള അവനെ കൊണ്ട് എന്ത് സാധിക്കും എന്ന് ചോദിക്കുകയാണ്. തേനകിം ഭ്രഷ്ടരാജേന രാമേണ ഗതചേതസ. രാജ്യത്ത് നിന്ന് ഭ്രഷ്ടം കൽപ്പിച്ചിട്ട് മനഃശക്തിയൊക്കെ ചോർന്നു പോയ ആ ഒരു രാമനെ കൊണ്ട് എന്താണ് നിനക്ക് കാര്യം? എന്ത് നേട്ടമാണ് നിനക്ക് ഉണ്ടാവുക? എന്നെ കൊണ്ടല്ലേ നിനക്ക് സത്യത്തിൽ നേട്ടം ഉണ്ടാവാനായിട്ട് പോകുന്നത്? സർവരാക്ഷസേശ്വരനാണ് ഞാൻ. മാത്രമല്ല കാമത്താൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. ആ മാലശരങ്ങളെ ഏറ്റിട്ട് വിവശനായിട്ടുള്ള എന്നെ നീ നിരസിക്കരുത്. ന മന്മഥശരാവിഷ്ടം പ്രത്യാഖ്യാതും തമർഹസി. മന്മഥശരങ്ങളാൽ വിവശനായിട്ടുള്ള എന്നെ സീതേ നീ ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കരുത്. ഉർവശി എപ്രകാരം പുരൂരവസ്ഥനെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞു, പിന്നീട് ഉർവശി പശ്ചാത്തപിച്ചു എന്നാണ്. അതുപോലെ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും എന്നെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഉപേക്ഷിക്കാതിരിക്കുക, എന്നെ വേണ്ട വിധത്തിൽ അങ്ങനെ സ്വീകരിക്കൂ എന്നങ്ങനെ പറഞ്ഞു. ദേവന്മാരെല്ലാവരും വന്ദിക്കുന്നതായിട്ടുള്ള വൈശ്രവണ സഹോദരനാണ്. അതുകൊണ്ട് എൻ്റെ നേരെ തിന്മ ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് സാധിക്കുക? അങ്ങനെ ഉള്ള പരുഷവചനങ്ങളങ്ങനെ കേട്ടു. ആ സീത ഒറ്റയ്ക്കാണ്, ശരിക്കും വരച്ച ഭയന്നു എങ്കിലും പറഞ്ഞു, വൈശ്രവണ സഹോദരനായിട്ടുള്ള ഇത്രയൊക്കെ ശ്രേയസ്സുണ്ട് അല്ലെങ്കിൽ മഹാത്മ്യമുണ്ട് എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള രാവണ, എങ്ങനെ നിനക്ക് ഭർത്താവില്ലാത്ത സമയത്ത് ഒരു സ്ത്രീയുടെ അടുത്ത് വന്ന് ഇപ്രകാരം അഭ്യർത്ഥന ചെയ്യാൻ സാധിക്കുന്നു? നീ കേമനാണ്, ധർമ്മിഷ്ഠനാണെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ നീ അജിതേന്ദ്രിയനാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഇന്ദ്രിയജയമുള്ള പുരുഷന് വന്നുകൂടും സർവ്വസുഖങ്ങളും. ഇന്ദ്രിയത്തിന് അടിമപ്പെട്ടവർക്ക് അപകടവും വരുന്നല്ലേ ആപ്തവാക്യങ്ങൾ. അങ്ങനെ ഇരിക്കെ എൻ്റെ കേമത്വം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അവശ്യം വിനശിഷ്യന്തി സർവേ രാവണ രാക്ഷസ യേഷാം തം കർക്കശോ രാജ ദുർബുദ്ധി അജിതേന്ദ്രിയ. ദുർബുദ്ധിയാണ് നിനക്കുള്ളത്. അന്യപത്നിയെ ആഗ്രഹിക്കുക, അജിതേന്ദ്രിയനാവുക, മന്മഥശരം കൊണ്ട് വിവശനായി എന്നൊക്കെ പറയണു. നാണുണ്ടോ രാവണ? മറ്റൊരാളുടെ പത്നി, അതിന് രാമനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്നോട് ഇതൊക്കെ വന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? നഹി രാമസ്യ ഭാര്യാം മാം ആനീയ സ്വസ്തിമാൻ ഭവേൻ. ദയവായിട്ട് ഈ വക കാര്യങ്ങൾക്കൊന്നും പുറപ്പെടാണ്ടേ. ഒരു പക്ഷേ പറയണം, ഇന്ദ്രപത്നിയെ നിനക്ക് അപഹരിക്കാനായിട്ട് സാധിച്ചു എന്ന് വരും. അപഹൃത്യ ശചീം ഭാര്യാം. ശചി ഇന്ദ്രപത്നി. എന്നാലും രാമപത്നിയെ കൊണ്ടുള്ള കളി നിനക്ക് വേണ്ട. രാമപത്നിയെ തൊട്ടാൽ കളി മാറും എന്ന് പറയണം. ആ ഇന്ദ്രൻ്റെ ഭാര്യയെ അപഹരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വളരെ അപകടമാണ് ഇപ്പോൾ നീ ചെയ്യുന്നതെന്നർത്ഥം. സാധിക്കില്ല നിനക്ക്. അങ്ങനെ ചെയ്താൽ നിൻ്റെ ആയുസ് കഴിഞ്ഞു എന്ന് നീ കൂട്ടിക്കോ. നീ അധികം ജീവിച്ചിരിക്കില്ല. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. എങ്കിലും ആ പേടിയൊക്കെ മാറ്റിവെച്ച സീത പറയേണ്ടത് പറയുക ചെയ്തു. കാരണം സ്ത്രീകൾക്ക് പാതിവൃത്യം ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ആയുധമാണ് എന്ന് പറയണം. അതുകൊണ്ട് നമ്മുടെ ജീവേച്ചിരം വജ്ജധരസ്യ പശ്ചാച്ചിം പ്രതിഷ്യ പ്രതിരൂപരൂപാം. ഇന്ദ്രൻ്റെ ശജിയെ അപഹരിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാലും, അതും കഴിഞ്ഞിട്ടല്ല, പക്ഷെ അത് സാധിച്ചാലും അതിലും ക്ലേശമുള്ള കാര്യമാണ് എന്ത്? രാമപത്നിയായിട്ടുള്ള എന്നെ അപഹരിക്കുക. നമാദിശിൻ്റെ അക്ഷസദർശയിത്വ പീതാമൃതസ്യാപി തവാസ്തി മോക്ഷ. എന്നെ അപഹരിച്ചിട്ട് നീ എന്തെങ്കിലും സാഹസം കാണിച്ച് അപഹരിച്ചാൽ പിന്നെ നീ അമൃത് കഴിച്ചാൽ പോലും ജീവിക്കില്ല. കാരണം ആരോടാണ് നിൻ്റെ കളി? എല്ലാ അസ്ത്രങ്ങളും കയ്യിലുള്ളതായ എല്ലാറ്റിനെയും സമുദ്രത്തെ വിറപ്പിക്കാൻ പോലും കഴിവുള്ള അസ്ത്രം കയ്യിലിരിച്ചിരിക്കുന്നതായിട്ടുള്ള രാമനോടാണെങ്കിൽ നിൻ്റെ കളി മാറും രാവണ. ഇത് നിനക്ക് സർവനാശം വരുത്തി വയ്ക്കും. അതുകൊണ്ട് ദയവായിട്ട് നീ ഇന്ന് പിന്തിരിഞ്ഞ് പോവുകയാണ് നിനക്ക് നല്ലത്. സർവനാശം ആരും
കൈ നീട്ടി വാങ്ങാറില്ല. അതുകൊണ്ട് ദയവായിട്ട് വേണമെങ്കിൽ പുനഃപരിശോധന നടത്തിക്കോ, നിനക്ക് നല്ലത് ഇതുകൊണ്ട് വരില്ല എന്ന് ഒരിക്കലും വിചാരിക്കണ്ട എന്നങ്ങനെ പറയണു. അതൊന്നും കേൾക്കാണ്ട പുല്ലുപോലെ കണക്കാക്കിയിട്ട് സീത ഉറക്ക കരയണു. സ്വയം സ്വരൂപം സ്വീകരിച്ചു രാവണൻ സീതയെ അപഹരിക്കുന്ന രംഗങ്ങളാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.